Hello, good morning. Good morning. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning. How was your exams? Good. Good. Okay. Okay. കുഴപ്പമില്ലായിരുന്നു അല്ലെ? നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തില് എന്താണ് എക്സാമിന്റെ ചില രീതികളെ കുറിച്ചോ എല്ലാത്തിനെ കുറിച്ചോ ഒരു പരിചയമൂടി ആയിട്ടുണ്ടാകും. ഓക്കെ, റിസൾട്ട് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോ അതിന്റെ എങ്ങനെയൊക്കെയാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാ നമ്മൾ എക്സാം എഴുതുന്നതെന്നൊക്കെ ഒരു ഇൻഫോർമേഷന് വേണ്ടിയും, അതുപോലെ തന്നെ നമ്മൾക്ക് ആ ഒരു 1-2 മൊഡ്യൂൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് പഠിച്ച് അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽ എക്സാം ഒരു അത്രയധികം ബുദ്ധിമുട്ടൊക്കെ ഒന്നും ഇല്ലാതെ ഓരോരോ മൊഡ്യൂൾ വെച്ചൊക്കെ പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു എക്സാം. അപ്പൊ അതിന്റെ പോരായ്മകളും അതിന്റെ ഗുഡ് ആയിട്ടുള്ള വശങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് അടുത്ത പരീക്ഷകൾ നന്നായി എഴുതുക. ഓക്കെ, റിസൾട്ട് തരുന്നു തോന്നണം, അത് ഇവിടെ നിന്ന് ചെയ്യുമായിരിക്കും. ഐ തിങ്ക് ചോദിക്കണം, ഞാനൊന്ന് ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്തേ പറയാം. അപ്പൊ നമുക്കിനി നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് കിടക്കാണ്. 3rd മൊഡ്യൂളില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ 3 കിടക്കണം. ഒന്നൊന്ന് വേഗം നോക്കിയേ, അത് ഞാനിപ്പോ പറയാം. ഒന്ന് വേഗം എടുക്കുക എല്ലാവരും. ഓക്കെ, ചാപ്റ്റർ എടുത്ത എല്ലാവരും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ചാപ്റ്റർ. നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് അറിയും വിതിൻ 2 or 3 days കേട്ടോ. അടുത്ത 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ മാർക്ക് തരുന്നതായിരിക്കും. എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ആരോ ക്വസ്റ്റ്യന്റെ ആൻസർ കൂടി തരുമോ? ഇട്ട് തരുന്നു. ആൻസർ കീയോടൊപ്പമാണ് നമ്മുടെ തരുന്നത്. മോക്ക് ടെസ്റ്റ് പോലെ അതിന്റെ ആൻസറും ഇട്ട് തരുമോ? ഇട്ട് തരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും യഥാർത്ഥ ആൻസർ ഈസ് കറക്റ്റ് ഓർ നോട്ട്, എന്താണ് പറ്റിയത്, എന്താണ് എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സില് നമ്മൾ പഠിച്ചപ്പോ അതെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. അപ്പൊ നിങ്ങളുടെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ ആദ്യം പഠിച്ച ഒരു ചാപ്റ്റർ ഉണ്ട്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പരിചയപ്പെട്ടു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത ഫസ്റ്റ് ചാപ്റ്റർ പരിചയപ്പെട്ടിരുന്നു. അതിനകത്ത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു 3. പ്രധാനമായിട്ടും ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ 3ആയിട്ടാണ് തരംതിരിച്ച് കണ്ടത്. ഏതൊക്കെയായിരുന്നു അത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എന്താ പറയാ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇടയ്ക്ക് അവിടെ ഒരു മെസ്സേജ് അതുകൊണ്ട് എന്റെ കണ്ണങ്ങോട്ട് പോകുന്നു. അപ്പൊ എന്തോ പറയുന്നത് എനിക്ക് ഇതായിട്ട് തോന്നുന്നു. ലാസ്റ്റ് ചോദിച്ചോട്ടാ, എന്താ ചോദിക്കാനോ എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്നതല്ലല്ലോ ഇത് ചോദിക്കണം. എന്തായാലും പഠിപ്പിക്കുന്നതാണെങ്കിലും ഞാൻ അതിനെ നോക്കി ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്തേനെ. അല്ലാത്ത എന്തോ ഇൻഫർമേഷൻ ആണ് ചോദിക്കുന്നത്. കണ്ണങ്ങോട്ട് പോണാൽ എനിക്ക് ഞാൻ എന്താ പറയുന്നത് എനിക്ക് എന്താ അറിയാൻ വളർത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടൈം പോകും. എന്തായാലും ചാപ്റ്റർ തുടങ്ങിയിട്ട് കേട്ടോ. പറയാം, ലാസ്റ്റ് പറയാം. എന്താണോ നിങ്ങൾ ചോദിച്ചത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല, അത് ചോദിച്ചിട്ടുണ്ട്.
അത് ഡിസ്കസ് ലേറ്റർ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ മൂന്നായിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നീ 3 വിഭാഗമായിട്ട് തിരിച്ചു. അതിലൊക്കെ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഫിനാൻസും പിന്നെ അഡ്മിനിസ്ട്രേഷനും ഇങ്ങനെ മൂന്നായിട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തേതായിരുന്നു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് അന്നേരം അവിടെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞത് നമുക്ക് വി ഹാവ് ടു സ്റ്റഡി സച്ച് എ ലോങ് ചാപ്റ്റർ. ഈ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ കേൾക്കാൻ കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് what do you mean by human resource? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാനാണ്? ഹ്യൂമൻ ബീയിങ് നമ്മൾ അല്ലേ, മനുഷ്യന്മാർ. ഈ ഹ്യൂമൻ റിസോഴ്സ് ആവുന്നത് എപ്പോഴാണ്? when the employees are working in an organization. ഏതെങ്കിലുമൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളിലോ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ മറ്റേത് ബിസിനസ് ഓർഗനൈസേഷനിലായിക്കോട്ടെ അവിടെ ഒരു ജോലി നമ്മൾ എന്തെങ്കിലും ഒരു ഇൻകമിന് വേണ്ടി ഒരു റിവാർഡ്, ഒരു റെമ്യൂണറേഷൻ, ഒരു കോമ്പൻസേഷൻ വേണ്ടി നമ്മൾ നമ്മളുടേതായ സർവീസസ് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ സേവനം കൊടുത്ത് നമ്മൾ അതിന് പകരമായിട്ട് ഒരു റിവാർഡ് നമ്മൾ സ്വീകരിച്ച് നമ്മൾ അവിടുത്തെ ഒരു എംപ്ലോയി ആയിട്ട് മാറുമ്പോൾ എല്ലാ എംപ്ലോയീസിനെയും ഒരുമിച്ച് നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് വർക്ക് ഫോഴ്സ് എന്നോ ഹ്യൂമൻ റിസോഴ്സസ് എന്നോ ഒക്കെ നമ്മൾ പറയും. എംപ്ലോയീസ് അല്ലെ, എല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ലേബർ ഫോഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമുക്കറിയാം ഇൻ ആൻ ഓർഗനൈസേഷൻ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് വിച്ച് വർക്ക്സ് ഫോർ ദ ഓർഗനൈസേഷണൽ ഗോൾസ്. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെതായ പല ലക്ഷ്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാക്സിമം പ്രോഫിറ്റ് നേടണം, മാക്സിമം ഉത്പാദനക്ഷമത പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണം അല്ലെ, മാക്സിമം ഫെയിം ഗുഡ് വിൽ എനിക്ക് മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിലും എന്റെ ബിസിനസ് മറ്റുള്ളവരിൽ നിന്ന് സർവൈവ് നേടണം. ഒരുപാട് ലക്ഷ്യമുണ്ട് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും. എല്ലാവരും അങ്ങനെ വിചാരിക്കുക, എന്റെ ബിസിനസ് ഇങ്ങനെ വളരണം, മറ്റുള്ളവരുടെ ഇടയിൽ പറയപ്പെടുന്ന ഒരു ബിസിനസ്സായി മാറണം, ഞാൻ കൂടുതൽ ലാഭം ഉണ്ടാക്കണം എന്റെ ബിസിനസ് അല്ലെ, എല്ലാം നല്ല രീതിയിലുള്ള ജോലി എന്റെ ജോലിക്കാർക്ക് കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങളൊക്കെ തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. സോ ദേ ഹാവ് ടു ഫോളോ സം ഗൈഡ് ലൈൻസ്, സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരുടേതായ കുറെ പോളിസീസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡുകൾ, ഗൈഡ് ലൈനുകൾ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്താണ് എന്ത് ചെയ്യുന്നത്? അവരവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് ഉണ്ടാക്കാൻ, അത് ബിസിനസ് നമുക്ക് എന്താ പറയാ, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യാൻ, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് റൺ ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ട്? ഒരു ബിസിനസ് നടത്താൻ എന്തൊക്കെ വേണം? മണി വേണം അല്ലെ, പണം വേണം. പണം കൂടാതെ പണം മാത്രം മതിയോ ബിസിനസ് നടത്താനായിട്ട്? പോരാ. ആ പണം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് കാര്യത്തെ കുറിച്ചാണ്, എന്തിനാണോ നമ്മൾ, എന്ത് കാര്യത്തിനാണോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, അതായത് എന്ത് ടൈപ്പ് ഓഫ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് നടത്തുന്ന ആളാണ് എന്ന് വിചാരിക്കാം. സ്ഥലം വേണം. ഓക്കെ, ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് നടത്താൻ പോവുകയാണെന്ന് വിചാരിക്കാം. ഞാൻ ഒരു തുണിക്കട നടത്താൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ആ തുണിക്കട നടത്തുന്നതിന് എനിക്ക് കുറച്ച് കാശ് വേണം. ഈ കാശ് ഉപയോഗിച്ച് ഞാൻ തുണികളാണ് വാങ്ങിച്ചുകൊണ്ടെന്ന് എനിക്ക് കുറച്ച് സ്ഥലമോ എനിക്ക് സ്ഥലത്ത് ഒരു ബിൽഡിങ്ങോ ഒക്കെ വേണം അല്ലെ, അവിടെ കൊണ്ടുവന്നത് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഞാനത് ഒത്തിരി വിലയൊക്കെ കൂട്ടി ആളുകൾക്ക് വിൽക്കണം. അപ്പോ ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ മണി വേണം, പണം വേണം. അതുപോലെ തന്നെ എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ മെറ്റീരിയൽസ് വേണം, പിന്നെ മെഷീനറീസ് വേണം. ആ ബിസിനസിന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ കൃത്യമായ ഫങ്ഷൻസ് ഒക്കെ നടത്തുന്നതിന് പല മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ മെഷീൻസ് ഉപയോഗിക്കുന്നത്, മെഷീൻസ് വേണം. ആൻഡ് ആഫ്റ്റർ ഓൾ ഇതിനെല്ലാം പുറമെ വേണ്ട ഒരു കാര്യമാണ് മെൻ എന്ന് പറയുന്നതാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിൽ വരുന്നത്. സോ വിച്ച് ആർ ദ 4 കമ്പോണന്റ്സ് ഓഫ് എ ബിസിനസ്. ഏത് ബിസിനസ് ഓർഗനൈസേഷൻ, നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്
ഹോസ്പിറ്റലിന്റെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കോഴ്സ് പഠിക്കുന്നത്. പക്ഷേ എങ്കിലും ഹോസ്പിറ്റൽ ഈസ് ഓൾസോ എ ബിസിനസ് ഓർഗനൈസേഷൻ. ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലും ഒരു ബിസിനസ് സംരംഭം തന്നെയാണ്. പണ്ട് കാലത്ത് ഹോസ്പിറ്റല് ആളുകൾക്ക് ഫുൾ സേവനം, വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി, എന്താ പറയാ, സമൂഹത്തിന്റെ ക്ഷേമമാണ് ലക്ഷ്യമാക്കിയിരുന്നത്. പരമാവധി സേവനം ചെയ്യുക, അല്ലെ, ആതുര ശുശ്രൂഷ, ആതുര സേവനം എന്നൊക്കെയായിരുന്നു അതിന് പേര്. പക്ഷെ ഇന്ന് ഇതൊക്കെ മാറി, ആ ലെവലൊക്കെ മാറി, അതൊക്കെ ബിസിനസ് രീതിയിലേക്ക് വളർന്നു. അപ്പൊ ഹോസ്പിറ്റൽസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മെഷീൻസ് എല്ലാം പ്രവർത്തിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുന്നതിനും മനുഷ്യന്മാരെയും ആവശ്യമുണ്ട്. ഈ മനുഷ്യന്മാർ എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രാക്കറ്റിൽ ഇരിക്കുന്ന ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. സോ ദ 4 കമ്പോണൻസ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ, ഏത് ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താലും അവിടുത്തെ പ്രധാനമായിട്ട് വേണ്ട 4 ഘടകങ്ങളാണ് മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ആ മെന്നിന്റെ ആ എമ്മുകളാക്കാൻ വേണ്ടി ആ 4 എംസ് ആണ് കേട്ടോ, 4 എമ്മുകളാണ് ഈ കമ്പോണന്റ് ആയിട്ട് വരുന്നത്. ആയിട്ടൊന്നും എന്താ പറയാ പ്രാസോപ്പിച്ചൊക്കെ എഴുതി ചെയ്യുന്നതാണ് മെൻ എന്ന് പറയുന്നത്. പക്ഷെ ഇറ്റ്സ് നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ്. ഇവിടെ ഈ മെന്നാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് വിത്തൗട്ട് ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലാതെ, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ, ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നോക്കിയേ, എത്ര കണ്ട് ടെക്നോളജി വളർന്നു എന്ന് പറഞ്ഞാലും അവിടെ മനുഷ്യന്മാരുടെ ഒരു സാന്നിധ്യം ജോലി ചെയ്യുന്നതിന് ആവശ്യമായി. ഇപ്പൊ ഇതൊരു കമ്പ്യൂട്ടറാണ്. ഈ കമ്പ്യൂട്ടർ ഇത് പ്രവർത്തിപ്പിക്കണം, ഇത് ഓൺ ചെയ്യണം, സ്വിച്ച് ഓൺ ചെയ്യണം, അല്ലെ, ഇതിന്റെ നിങ്ങളുടെ ക്ലാസ് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഗൂഗിൾ മീറ്റിലേക്ക് ഞാൻ ജോയിൻ ചെയ്യണം, ഇതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഓണാക്കി ഇങ്ങനെ ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി ഓണായിട്ട് വരില്ല, അല്ലെ. അപ്പൊ അതൊക്കെ പ്രവർത്തിപ്പിക്കാൻ മനുഷ്യന്മാരുടെ ആവശ്യമുണ്ട്. അതുപോലെ മിക്ക മെഷീൻസും, എല്ലാ മെഷീൻസും ഓപ്പറേറ്റ് ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും മെന്നില്ലാതെ നമുക്ക് ബിസിനസിന്റേതായ ലക്ഷ്യങ്ങൾ മുഴുവൻ നേടിയെടുക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യേണ്ടത് ഓരോ ബിസിനസ് ഓർഗനൈസേഷന്റെയും അത്യാവശ്യമാണ്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും പോലെ തന്നെ ഹോസ്പിറ്റൽസിലും we can see a lot of people working in a hospital, അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ 1-2 പേരൊന്നല്ല ജോലി ചെയ്യുന്നത്, എത്ര ആൾക്കാർ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്ര ജീവനക്കാരുണ്ട് ജോലി ചെയ്യാൻ, എത്ര നഴ്സുമാർ, സ്റ്റാഫുകളുണ്ട്, മറ്റ് നഴ്സസ് അല്ലാതെ മറ്റ് ജോലികൾ ചെയ്യുന്ന എത്ര സ്റ്റാഫുകളുണ്ട്. സോ എല്ലാവരും കൂടി നോക്കുമ്പോൾ ഒരുപാട് എണ്ണം എംപ്ലോയീസ്, ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവരെന്തിനാ മാനേജ് ചെയ്യുന്നത്? മനുഷ്യന്മാരെ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഈ ഒരു കമ്പ്യൂട്ടർ ഇത് ഞാൻ മാനേജ് ചെയ്യണം, അല്ലെ. സൗണ്ട് അൺമ്യൂട്ട് ചെയ്ത്, എന്താ പറയാ, നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നു, അല്ലെ. നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അപ്പൊ തന്നെ എനിക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിന്റെ മൈക്രോഫോൺ ടേൺ ഓൺ ചെയ്യും, അല്ലെ. അതായത് ഇതിന്റെ സൗണ്ട് അൺമ്യൂട്ട് ചെയ്യും. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അതിന്റെ മറുപടി നിങ്ങളിൽ നിന്ന് കിട്ടുക, നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ, അല്ലെ. അത് ഞാൻ അതിനെ മാനേജ് ചെയ്യണം, അല്ലെ. അപ്പൊ മെഷീൻസ് എന്ന് പറയുന്നത് നമുക്ക് മാനേജ് ചെയ്യുന്നതിന്റെ അർത്ഥം മനസ്സിലാവും, എല്ലാം മാനേജ് ചെയ്യണം. സോ ഇസ് ഇറ്റ് നെസസറി ടു മാനേജ് ഹ്യൂമൻ റിസോഴ്സ്? ഒരു ചോദ്യമാണ്. മനുഷ്യന്മാരെ എങ്ങനെ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മനുഷ്യന്മാരുടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ മാനേജ് ചെയ്യാനായിട്ട്? സ്വയം മാനേജ് ചെയ്തോളില്ലേ? ഞാൻ എന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? ഐ ഷുഡ് ബി മാനേജ്ഡ് ബൈ മൈസെൽഫ്, അല്ലെ. ഞാൻ എന്നെ തന്നെ മാനേജ് ചെയ്യണം, പല കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെ. പക്ഷേ ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ human resource അല്ലെങ്കിൽ human component has to be managed. It's an important thing. ഏറ്റവും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. മാത്രമല്ല ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ടു മാനേജ് ഹ്യൂമൻ റിസോഴ്സസ്. എത്രയൊക്കെ മാനേജ് ചെയ്യണം, പക്ഷെ ഹ്യൂമൻ റിസോഴ്സസിന് ഈ പറയുന്ന മെഷീൻസ് ഒക്കെ എത്ര ഭംഗിയായി കൈകാര്യം ചെയ്യാം, പക്ഷെ മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണെങ്കിലും വളരെ ഡിഫിക്കൽട്ട് ആണ്. ഭയങ്കര ടാസ്ക് ആണെന്ന് മനുഷ്യന്മാരെ മാനേജ് ചെയ്യാൻ. അതെന്താ അങ്ങനെ പറയണത്? എത്ര ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? ഇടയ്ക്കെനിക്ക് വീട്ടിൽ പറയാറില്ലോ, ഇതുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു, എന്നെ കൊണ്ടൊന്നും പാടില്ല, ഞാൻ വല്ല വഴിക്ക് പോകും പറയാറുണ്ടോ? ഇടയ്ക്കെങ്കിലും, ഒരിക്കലെങ്കിലും. ഞാൻ പറഞ്ഞത് ഇഷ്ടംപോലെ, അല്ലെ. ഉണ്ട്, പറയാറുണ്ട്. എപ്പോഴാ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഒരു 40 സ്റ്റുഡൻസ് ഇപ്പൊ ജോയിൻ ചെയ്തത്, 40 ഉണ്ടാവില്ല, 2 കുറവാണ്, 39. ഓക്കെ, ഇത്രയും കുട്ടികളുണ്ട്. അതില് മെജോറിറ്റി ഐ തിങ്ക് ഗേൾസ് ആണ്.
ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മള് പെണ്ണുങ്ങളാണ് ഒരു അടുക്കളയൊക്കെ മാനേജ് ചെയ്യുന്ന ആൾക്കാർ, വീടിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നത് നമ്മളാണ് അല്ലെ. വീടിലെ അടുക്കള മാത്രമല്ല, നമ്മളുടെ കുട്ടികളുടെ ഡ്രസ്സുകൾ കഴുകുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതും ചുറ്റുവട്ടത്തൊക്കെ ക്ലീൻ ചെയ്യുന്നതും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ഒരു ജോലിക്ക് ഒരു പുറത്തെവിടെയും ജോലിക്ക് പോയാൽ ഒരു 10,000-20,000-30,000 രൂപയുടെ ജോലി നമ്മൾ വീട്ടില് ഒരു ദിവസം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ പേയ്മെന്റ് ഇല്ലാത്ത ജോലി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത്രയും ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്തിട്ടാവും. ഭക്ഷണം കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം, ഹസ്ബൻഡിന് കൊടുക്കണം, വീട്ടിലെ പ്രായം ചെന്നവരുണ്ടെങ്കിൽ കൃത്യസമയത്തിന് കൊടുക്കണം. നമുക്ക് ഭയങ്കര പങ്ക്ച്വലാണ്. സമയം ഒരു ഇച്ചിരി 5 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി അവർക്ക് ദേഷ്യം വരും. കാരണം അവരുടെ പ്രായത്തിന്റെയാണ്. അപ്പൊ അവര് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അവർ കഴിക്കാതിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യണം. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിരുമ്പോൾ വീടക്കാലം പോലെ കിടക്കുന്നത് ദേഷ്യം വരും. ഇതൊക്കെ കാണുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചില പറയുമ്പോൾ ഇത് മടുത്ത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പോയത് രാവിലെ, ഇപ്പൊ വന്നപ്പോ കണ്ടില്ല, ഇനി ഇത് മുഴുവൻ ഞാൻ വീണ്ടും നേരെയാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിടന്നിങ്ങനെ എന്നെ പറയുകയും ചെയ്യും, അപ്പുറത്തെ കൂടി നിന്ന് ചെയ്യുകയും ചെയ്യും. അതിന്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള ചില സെന്റൻസുകൾ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരും. ഇത് തോറ്റു, ഞാൻ മടുത്തു എന്ന്. നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? നമ്മുടെ വീട്ടില് എത്ര അംഗങ്ങളുണ്ട്? ഒരു ആവറേജ് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു വീട്ടില് ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ പോലെ കൂട്ടുകുടുംബമൊന്നുമല്ല, ജോയിന്റ് ഫാമിലി ഒന്നുമല്ല. നമ്മുടെ വീടുകളില് maybe 5-6 അല്ലെ, മാക്സിമം അത്രയ്ക്ക് ആൾക്കാരേ ഉള്ളൂ ഒരു വീട്ടില്. കണ്ട, ഇനി അവിടെ താഴേക്ക് ആവുള്ളൂ. മാക്സിമം ലിമിറ്റാണ് ഞാൻ പറയുന്നത് 6 പേര്, അതിൽ കൂടുതലൊന്നുമില്ല. 10-15 പേരുള്ള ജോയിന്റ് ഫാമിലിയിലുള്ള ആൾക്കാരുണ്ടോ? റംസിറ ഫ്രം ജോയിന്റ് ഫാമിലി ആണോ? വെരി ഗുഡ്. അപ്പൊ ഈ പറയുന്ന 3-4 ആൾക്കാർ 5 ആൾക്കാരൊക്കെ ഉള്ള വീട്ടില് നമ്മൾ തോറ്റുന്ന്. എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ എവിടെയെങ്കിലും പോകും, എനിക്ക് ഇത് പറ്റില്ല, ഞാൻ ആ വഴിക്ക് നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തോറ്റു തുന്നം പാടി എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുമ്പോൾ ഓർക്കണം, നമ്മുടെ വീട്ടിലാകെ ഇത്രയും പേരുള്ളൂ. ഇത്രയും പേരുടെ മുമ്പിൽ അവരെ മാനേജ് ചെയ്യാൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലെ, നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ഹൗ ക്യാൻ വി മാനേജ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ സച്ച് അതർ ഓർഗനൈസേഷൻസ്? മറ്റു തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസോ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻസിലെയോ എംപ്ലോയീസിന് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഇനി മറ്റൊരു കാര്യം, മാനേജ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറ്റില്ല, അപ്പോഴാണ് ഈ ഇത്ര കണ്ട എംപ്ലോയീസിനെ മുഴുവൻ നമ്മൾ മാനേജ് ചെയ്യണമെന്ന്. ഹ്യൂമൻ റിസോഴ്സും മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് തന്നെ ഇപ്പൊ ഉണ്ട്. നിങ്ങളുടെ എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത്തരം കോഴ്സുകൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾ ഭയങ്കര ഡിമാൻഡഡ് ആയിട്ടുള്ള കോഴ്സസ് ആയിട്ട് കൊണ്ടുവരാണ്. എന്തുകൊണ്ട്? കാരണം ഇതൊക്കെയാണ് കാരണം. എന്ത്? ഒരു ഹോസ്പിറ്റലിലെ ഒരുപാട് മനുഷ്യന്മാർ ജോലി ചെയ്യുന്നുണ്ട്. ആൻഡ് you have to particularly remember that all these employees are coming from different houses with different natures. അല്ലേ? ഒന്ന് ആലോചിച്ചു, നമ്മുടെ വീട്ടില് നമ്മൾ ആരുമായിട്ടാണ് ഇടപെടുന്നത്? നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള, അപ്പൊ നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് റിലേഷനാണ്. പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ ഹസ്ബൻഡ് ഉണ്ട്, അവരുടെ സ്വന്തം അച്ഛനമ്മയുണ്ട്. അപ്പൊ നമ്മളുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് നമ്മുടെ വീട്ടിലുള്ളൂ. എന്നിട്ട് അവരുടെ മുമ്പിൽ നമ്മൾ തോറ്റു, അവരെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു ബന്ധവുമില്ല, എവിടൊക്കെയോ വീടുകളിൽ നിന്ന് വരുന്ന ആൾക്കാര്. എല്ലാവർക്കും ഒരേ സ്വഭാവ രീതിയാണോ? ഫീലിങ്സ് ഉണ്ട് നമുക്ക് ഇല്ലേ? സങ്കടം വരും, ദേഷ്യം വരും, പല രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകും അല്ലെ, പല രീതിയിലുള്ള ഇമോഷൻസ് ഇങ്ങനെ മിന്നി പറയും. പെട്ടെന്ന് മാറി പറഞ്ഞൊക്കെ വരും. രാവിലെ വന്ന മൂഡിലായിരിക്കും ലഭിച്ചാകുമ്പോഴേക്കും അല്ലെ, വൈകുന്നേരം വേറെ രീതിയിലായിരിക്കും. ഈ മൂഡ് സ്വിങ്സ് ഇങ്ങനെ മാറി വരുന്ന ഒരുപാട് മനുഷ്യര്, ഡിഫറെന്റ് നേച്ചർ ഉള്ളവര്, ഡിഫറെന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവര് ഒക്കെ വരുമ്പോ ഇതെല്ലാം കൂടി വന്നിട്ട് ഒരു റൂഫിന്റെ കീഴിലാണ് നിന്ന് ജോലി ചെയ്യുന്നത്. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഓക്കെ ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് പോയി എന്ത് പറ്റും? ആളുകളുടെ സ്വഭാവ രീതിയിലൊക്കെ പല മാറ്റങ്ങൾ വരും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോ ഇഷ്ടക്കേടുകൾ ഉണ്ടാകും. അവരുടെ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവിടെ അവരൊരു ഐക്യം ഉണ്ടാവില്ല, യൂണിറ്റി ഉണ്ടാവില്ല. എന്റെ കാര്യം ഞാൻ ആളോട് പറയുമ്പോൾ അല്ലെങ്കിൽ വേറൊരു എംപ്ലോയിയുമായിട്ട് ഞാൻ എന്റേതായ ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ഓൾ മാത്രമല്ല, ഒരു ഓർഗനൈസേഷനിലെ ഹോസ്പിറ്റൽ പോലെയുള്ള മറ്റ് ഓർഗനൈസേഷൻസിലും അവിടെയുള്ള ഓരോ ജോലിക്കാരനും വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ ഇന്റർവ്യൂസ്, അവരുടെ ട്രെയിനിങ്, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻസ്,
അവര് റിട്ടയർ ചെയ്ത് പോകുന്നത് വരെ ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാം മാനേജ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എത്രത്തോളം നമ്മൾ നന്നായി മാനേജ് ചെയ്യുന്നോ അത്രത്തോളം ബെസ്റ്റ് റിസൾട്ട് ആയിട്ട് നമുക്ക് ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ എവറി എന്താ പറയാ മാനേജേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈം റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അറിയാമോ? അവരുടെ എംപ്ലോയീസിന്റെ ബിഹേവിയർ, പെർഫോമൻസ് നോക്കുക എന്നുള്ളത് മാത്രമല്ല അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് കൂടി കൈകാര്യം ചെയ്യാം. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ എന്തുണ്ടായിരിക്കും, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ആ ഡിപ്പാർട്ട്മെന്റുകൾ അവരവർ തന്നെ മാനേജ് ചെയ്യുക മാത്രമല്ല ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും അവിടുത്തെ മാനേജേഴ്സിനൊക്കെ മാനേജ് ചെയ്യേണ്ടത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഭാഗമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ഇന്ന് ഈ പറയുന്ന ഒരു കോഴ്സ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് വന്നേക്കണേ. മനസ്സിലായോ? 6 months അല്ലെങ്കിൽ 5 months കോഴ്സ് ആയിട്ട് ഈ പറയുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്മാർട്ട് സ്ക്രീനിലും അതുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമോ അങ്ങനെ ഒരു കാര്യം? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? അറിയില്ലെങ്കിൽ ഒരു പുതിയ അറിവായിട്ട് വെച്ചോളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എത്രത്തോളം നല്ല രീതിയിലാണോ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്നത് അത്രത്തോളം ഇഫക്റ്റീവ്നെസ് നമ്മളുടെ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പൊ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള നേച്ചറുള്ളവരും ഒരുപാട് വ്യത്യസ്ത രീതികളിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന, പക്ഷെ എങ്കിലും എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അങ്ങനെയുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു വിഭാഗമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 5 months കോഴ്സാണ്. പ്രയോജനമുണ്ടോന്ന്? പ്രയോജനമുണ്ട്. ഒന്ന് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? എന്നിട്ട് നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഇൻ ഓർഡർ ടു അച്ചീവ് the organizational goals, a well-run organization devises set of rules, sometimes called policies, programs, rules, regulations. First sentence ഒന്ന് underline ചെയ്യാം ട്ടാ. Okay, first sentence underline ചെയ്യാം. Second paragraphല് 4 types of resources in an organization: money, material, machinery, men. അതായത് ഹ്യൂമൻ റിസോഴ്സ്. ഈ മെഷീനറിനെ ഫിക്സഡ് അസറ്റ് എന്നും പറയും. അതായത് സ്ഥിരമായിട്ട് ദീർഘകാല ഉപയോഗത്തിന് വേണ്ടി വാങ്ങിക്കുന്ന മെഷീനറിയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അടുത്ത സെന്റൻസ് കൂടി, an organization cannot accomplish their objectives without human efforts. ഹ്യൂമൻ എഫേർട്സ് ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല എന്നതാണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക. ബിക്കോസ് ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ മേജർ കമ്പോണന്റ് ഓഫ് an ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള, പൈവട്ടൽ മീൻസ് ഇമ്പോർട്ടന്റ് സ്ഥലത്തോട്ടാണ്. പൈവട്ടൽ മീൻസ് ഇമ്പോർട്ടന്റ്. ഹ്യൂമൻ റിസോഴ്സുകളെ അല്ലെങ്കിൽ പീപ്പിൾ അറ്റ് വർക്ക് എന്നും പറയാം. ഹ്യൂമൻ റിസോഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് വർക്ക് ഫോഴ്സ്, പീപ്പിൾ അറ്റ് വർക്ക് എന്നൊക്കെ പറയാം. അതിനെ നമ്മൾ പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള കമ്പോണന്റ് എന്നാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റെന്ത് കാര്യത്തെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻസ് മണി, മെറ്റീരിയൽ, മെഷീനറി എന്ന് പറയുന്ന ഈ 3 കമ്പോണൻസിനേക്കാൾ ഏറ്റവും മികച്ച ഒരു കമ്പോണന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മെൻ അറ്റ് വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സക്സസിന് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല ഈ പറയുന്ന പോലെ ഹ്യൂമൻ റിസോഴ്സസിന്റെ നമുക്ക് ചിലപ്പോ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താം, ടെക്നിക്കൽ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താം, ഇക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പക്ഷേ ഹ്യൂമൻ ബിഹേവിയറിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ രീതിയിലുള്ള കാര്യങ്ങൾ സെറ്റിങ്സിലൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ബാക്കിയുള്ളവരെയൊക്കെ മാറ്റം വരുത്തുന്നതിനേക്കാൾ ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, ഈ ഒരു കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ് അല്ലെ, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു ഹ്യൂമൻ ബിഹേവിയർ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് അത്ര പെട്ടെന്ന് എളുപ്പത്തിന് കാര്യങ്ങൾ നടക്കുന്നതല്ല. ഇനി നമുക്കറിയാം, ബിക്കോസ് നമ്മൾ ഒരുപാട് എന്താണ് മാറ്റം വരുത്താൻ പറ്റാത്തത്? കാരണം വി ഹാവ് ഏൺഡ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയേഴ്സ് ഫ്രം അവർ ഫാമിലി, ഫ്രം അവർ സൊസൈറ്റി,
നമ്മൾ എല്ലാവരും ഓരോ രീതിയിൽ നമുക്ക് ഓരോ പെരുമാറ്റ രീതികളൊക്കെ ഉണ്ട് അല്ലെ, ഓരോ സ്വഭാവ സവിശേഷതകളുണ്ട്. ഈ സ്വഭാവ സവിശേഷതകളും പെരുമാറ്റവും നമ്മൾ എവിടുന്ന് പഠിക്കുന്നത്? നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ ഫാമിലിയിൽ നിന്ന് പഠിക്കും. പിന്നീട് വലുതായൊക്കെ കഴിയുമ്പോൾ നമ്മള് സ്കൂളുകളിൽ പോകുമ്പോൾ അവിടെ നിന്ന് പഠിക്കും. നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നിന്ന് പഠിക്കും അല്ലെ. നമ്മൾ മറ്റൊരു വീടുകളിലേക്ക് മാറുമ്പോൾ അവിടെ നിന്ന് പഠിക്കും. ഇതൊക്കെ ഇങ്ങനെ മാറി മാറി നമ്മളുടെ ആ സ്വഭാവത്തിലേക്ക്, നമ്മുടെ ബിഹേവിയറൽ പാറ്റേണിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കും. സോ ദാറ്റ് വി ഷോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിഹേവിയർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പല രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ നമ്മളുടെ ഇത് പുറത്തേക്ക് ചാടും അല്ലെ. അത് സ്വാഭാവികമായിട്ടും അത് ഏത് കുട്ടി ജനിച്ച് വളർന്ന് ഓരോ സ്റ്റേജസ് വരുമ്പോഴും അവരുടെ ബിഹേവിയറൽ പാറ്റേണിൽ ദേ ഷോ മെനി ഡിഫറൻസസ്, പല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും അല്ലെ. ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോഴും നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ തന്നെയാ നോക്കി, ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മളിത് വരുമ്പോൾ, ജോലിക്കായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾക്ക് നമ്മളുടേതായ ആവശ്യങ്ങളുണ്ട് അല്ലെ, നമ്മളുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ഓരോ ഇൻഡിവിജ്വൽസിന് അവരവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ആൻഡ് ഈ ലക്ഷ്യങ്ങള് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ ഈ ബിഹേവിയറൽ പാറ്റേൺ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് എത്രത്തോളം നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു, നമ്മളുടെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു, അതനുസരിച്ച് അതിൽ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ എന്തിനാണ് ജോലിക്ക് പോകുന്നത്? ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തിനാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്? എവിടെയാണെങ്കിലും ഹോസ്പിറ്റൽസിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തിനാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്? ആളുകൾക്ക് ലക്ഷ്യമുണ്ട്. എന്റെ ലക്ഷ്യമാകണം എന്നില്ല വേറൊരാളുടെ ലക്ഷ്യം. ഞാൻ ചിലപ്പോ ഒരു ഇൻകം നേടാൻ വേണ്ടിയിട്ടായിരിക്കാം, എനിക്കൊരു വരുമാനം വേണം എന്നുള്ള രീതിയിലായിരിക്കാം ഞാൻ ഒരു ജോലിക്ക് വേണ്ടി പോകുന്നത്. മറ്റൊരാൾക്ക് ചിലപ്പോ ജോലി എന്താ പറയാ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യണം, സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരാളാവണം, ഒരു ജോലി, ഇന്ന ജോലിയുള്ള ഒരാളാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം. ചില ആൾക്കാർ എന്തിനായിരിക്കാം, വെറുതെ ഒരു ടൈം പാസ്, എനിക്കിപ്പോ ഈ പൈസ കിട്ടിയിട്ട് കൊണ്ടുപോയിട്ട് വേണ്ട എന്റെ വീട് നോക്കാനോ എന്റെ മറ്റു കാര്യങ്ങൾ നോക്കാനോ, എനിക്ക് ഓൾറെഡി ഒത്തിരി സ്വത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്, പക്ഷെ വെറുതെ ഇരിക്കണ്ടല്ലോ, സമയം കളയണം, അങ്ങനെ വരുന്നവരാകാം. ഒരുപാട് ആളുകൾക്കും അവരവരുടേതായ ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വരുന്നതിന്. പീപ്പിൾ കം അറ്റ് വർക്ക് പ്ലേസ് with some specific motives like to earn money, to get an employment, to have better prospects and future അല്ലെ. ഇനി ഭാവിയിൽ നമുക്കൊരു നല്ല സുരക്ഷിതത്വം വേണം, അപ്പൊ ഒരു ഇൻകം ഉണ്ടായാലേ എനിക്ക് ഭാവി സെറ്റ് ആക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ലക്ഷ്യത്തോടു കൂടി വരുന്നവരുണ്ടായിരിക്കാം. ആഫ്റ്റർ ഓൾ ചിലര് വരുന്നത് ടു ബി ട്രീറ്റഡ് ആസ് എ ഹ്യൂമൻ, മനുഷ്യരായിട്ട് തന്നെ കാണുന്ന ഒരു സമൂഹത്തില് ജീവിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ചില ആൾക്കാർ ജോലിയൊന്നുമില്ല, ജോലിയും കൂലിയില്ല പറഞ്ഞ കണ്ട അവഗണന അല്ലെ, മറ്റുള്ളവരുടെ മുമ്പില് എന്താ പറയാ നമ്മളൊരു വേണ്ടാത്ത സാധനം പോലെ അല്ലെ. അങ്ങനെയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ. അതുണ്ട് മറ്റുള്ളവർ ജോലിയും കൂലിയില്ലാണ്ട് നടക്കാം. അങ്ങനെയുള്ള അവഗണനകളും പരിഹാസങ്ങളും ഒക്കെ കേട്ട് നടക്കുമ്പോൾ എനിക്കൊരു ജോലി വേണം എന്ന് തോന്നുന്നു, അതൊന്നും സഹിക്കാൻ പറ്റാണ്ട്. ഓക്കെ, അപ്പൊ പല ലക്ഷ്യങ്ങളിലുമായിട്ടാണ് ഓരോ ആളുകളും ജോലിക്കായിട്ട് അവരവരുടെ എന്താ പറയാ ബിസിനസ് സ്ഥാപനങ്ങളിൽ പല സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത്. സോ സെൽ ദെയർ സർവീസ് ഓർ ലേബർ. അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകള് എംപ്ലോയീസ്, അതായത് ഈ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് അവരുടെ സേവനം അല്ലെങ്കിൽ അവരുടെ തൊഴിൽ അവർ വിൽക്കുന്നു. ആൻഡ് ദേ ഗെറ്റ് സം റിവാർഡ് ആസ് എ കോമ്പൻസേഷൻ. അതിന് പകരം അവർക്ക് എന്ത് കിട്ടും? അതിൻ്റെതായ പ്രതിഫലം അല്ലെ, ഒരു കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുന്നു. സാലറിയോ വേജസോ മറ്റു രീതിയിലുള്ള ബെനിഫിറ്റ് ആയിട്ടോ അല്ലെ കിട്ടൂലേ? ഓക്കെ യെസ്. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോട് കൂടി നമ്മൾ ജോലി ചെയ്ത് നമ്മളുടെ സേവനങ്ങൾ ആ ഓർഗനൈസേഷന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ റിവാർഡ് ഇൻ ദ ഫോം ഓഫ് വേജസ്, സാലറീസ് ആൻഡ് അതർ ബെനിഫിറ്റ്സ്. അപ്പൊ നമുക്ക് കൂലിയോ ശമ്പളമോ എന്ന പേരിലൊക്കെ നമുക്ക് കിട്ടുന്നു. അപ്പൊ എന്താ പറയാ ഓർഗനൈസേഷൻ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ അറിവ്, നമ്മുടെ നോളജ്, നമ്മളുടെ എന്താ പറയാ എനർജി, ഓൾ ഈ സാക്രിഫൈസ് ഫോർ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, ഓർഗനൈസേഷൻ ലക്ഷ്യം വെക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. അപ്പൊ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസ് ആരൊക്കെയാണോ ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത് അവരവരുടെ കഴിവ്, അവരുടെ ബുദ്ധി, അവരുടെ പുതിയ പുതിയ ആശയങ്ങൾ എല്ലാം തന്നെ ഓർഗനൈസേഷന് വേണ്ടി കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഓർക്കണം, എംപ്ലോയർമാര് അല്ലെങ്കിൽ മാനേജ്മെന്റ് they should be aware of not only the organizational goals. അങ്ങനെ ആ ലക്ഷ്യത്തോടു കൂടി വരുന്ന എംപ്ലോയീസ് അവരുടെ സകലതും എന്താ പറയാ അവിടുത്തെ ജോലിക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഓർക്കണം, മാനേജ്മെന്റ് എന്ത് ഓർക്കണം,
ഓർഗനൈസേഷന്റെ ലക്ഷ്യം മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് ആര് മാനേജ്മെന്റ്. പിന്നെ എന്തുകൂടി ഓർക്കണം, എംപ്ലോയീസ് അവരുടെ സെൽഫ് നീഡ്സ് കണ്ടോ, ഓരോ എംപ്ലോയീസും അവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി കൂലി കൊടുക്കണമെന്നും അവരുടെ എന്താ പറയാ സെൽഫ് ആയിട്ടുള്ള അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുകൂടി ഉറപ്പ് വരുത്തണം. ഇതൊക്കെ ഉറപ്പ് വരുത്തിപ്പിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പ് ഓഫ് മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മളിവിടെ കുറെ എംപ്ലോയീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഹ്യൂമൻ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് മിക്ക ഓർഗനൈസേഷനും ഉണ്ട്. എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ടു എൻഷുർ ദാറ്റ് അവിടുത്തെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഓരോ ബിസിനസ് ഓർഗനൈസേഷന്റെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ ഇതുകൂടി ഉറപ്പുവരുത്തണം. എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടെന്നല്ല, ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായ രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടോ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ അവിടെ നിറവേറ്റപ്പെടുന്നുണ്ടോ എന്നുകൂടി മനസ്സിലാക്കണം അല്ലെ. അതില്ലെങ്കിൽ അത്തരം പോരായ്മകൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാമോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ വലിയ പാരഗ്രാഫ് അതിൽ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം, എന്നിട്ട് വായിച്ചാൽ മതി. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് പീപ്പിൾ കം ടു ദ വർക്ക് പ്ലേസ് എന്നുള്ള സെന്റൻസ് ഏകദേശം ഒരു പാരഗ്രാഫിന്റെ മിഡിൽ പാർട്ട് കഴിഞ്ഞിട്ടാണ്. കണ്ടിട്ടുണ്ടാവുമായിരിക്കും എല്ലാവരും അല്ലെ. അവിടെ തുടങ്ങി വർക്ക് വരെ കേട്ടോ. പീപ്പിൾ കം ടു ദ വർക്ക് പ്ലേസ് വിത്ത് സം സ്പെസിഫിക് മോട്ടീവ്സ് ലൈക്ക് earn money, to get employment, to have better prospects in future, to be treated as human being while they are at workplace, അല്ലെങ്കിൽ place of work. അവിടെ വരെ. അതിനുശേഷം ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യുക. The management must therefore be aware not only on the organization goals but also employee and sales needs. Organization goals ഇല്ലേ? Okay. ഓർഗനൈസേഷനെ കുറിച്ച് മാത്രമല്ല എംപ്ലോയീസിനെ കുറിച്ചും എംപ്ലോയീസിന്റെ ആവശ്യങ്ങളെ കുറിച്ചും ഒക്കെ അറിയണം ആര്, മാനേജ്മെന്റ്. ഒന്ന് വായിച്ചു നോക്കാം. ആ ഒരു പാരഗ്രാഫ് വായിക്കുക, വായിച്ചിട്ട് പറയാനോട് കഴിഞ്ഞെങ്കിൽ പറയാം. ഇനി പറയണേ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത പാരഗ്രാഫ് നമുക്ക് നോക്കാം. ഇനി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജിങ് ഹ്യൂമൻ റിസോഴ്സ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ബട്ട് ഓൾസോ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഓർ മറ്റൊരു രീതിയിൽ വേറെ സെന്റൻസ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ്സ് എ ചലഞ്ചിങ് ജോബ് ടു മാനേജ് പീപ്പിൾ. മനുഷ്യന്മാരെ മാനേജ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ. പക്ഷേ അതൊരു ചാലഞ്ചിങ് ജോബ്, വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞൊരു കാര്യമാണ് മനുഷ്യന്മാരെ നിയന്ത്രിക്കുക, മാനേജ് ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് എന്താണ് അതിന്റെ റീസൺ കൂടി പറയുന്നത്, ബിക്കോസ് ഓഫ് ദ ഡൈനമിക് നേച്ചർ ഓഫ് ദ പീപ്പിൾ. എന്താ കാരണം? മനുഷ്യന്മാരുടെ ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവ രീതികളാണ്. അത് തന്നെയാണ് കാരണം. എന്റെ സ്വഭാവമായിരിക്കും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് അല്ലെ, എല്ലാവരിലും വ്യത്യാസമുണ്ട്, വ്യത്യസ്തതകളില്ലേ.
ഒരു വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാരുടെ സ്വഭാവ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ഒന്ന് ആലോചിക്കുക, പല പല വീടുകളിൽ നിന്ന്, പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, പലതരത്തിലുള്ള ഇമോഷൻസിന്റെ ഇടയിൽ നിന്ന് വരുന്ന ആൾക്കാരും ആലോചിച്ചൊക്കെ എല്ലാം കൂടി വന്നിട്ട് ഒരു മനുഷ്യന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ പല കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡൈനമിക് നേച്ചർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡൈനമിക് നേച്ചർ ഓഫ്, ഡൈനമിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഡൈനാമിക്, ചേഞ്ചിങ് എന്നർത്ഥം. ചേഞ്ചിങ് നേച്ചർ ഓഫ് പീപ്പിൾ, മനുഷ്യന്മാരുടെ ഈ ചേഞ്ചിങ് രീതി, സ്വഭാവ രീതി തന്നെയാ ഉള്ളത് കൊണ്ടാണ് മനുഷ്യന്മാരെ മാനേജ് ചെയ്യുന്നത് ചലഞ്ചിങ് ജോബാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കാം, ഏതെങ്കിലും രണ്ടാൾക്കാർ എടുക്കുക അല്ലെ, നമുക്ക് രണ്ടാൾക്കാർ എടുക്കാം, വി ക്യാൻ സീ ദേ ആർ നോട്ട് അലൈക്ക് എന്ന് വെച്ചാൽ എന്താ, രണ്ടുപേരും ഒരുപോലെയല്ല. പല കാര്യങ്ങളിലും അവർക്ക് ഡിസിമിലാരിറ്റീസ് ഉണ്ട്, എന്നാൽ ചില കാര്യങ്ങളിൽ സിമിലാരിറ്റീസും ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ, സാമ്യമുണ്ട്, സാമ്യമില്ലായ്മയുണ്ട്. വളരെ കുറച്ച് സാമ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓ ഇത് ഞാൻ ഇന്നത് കഴിക്കില്ല, ഓക്കെ ഞാനും ഇത് കഴിക്കില്ല, ഓക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ പല കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ സാമ്യമില്ലാത്ത കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അതാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യന്മാര് രണ്ടാളുകളെ, ഏതെങ്കിലും രണ്ടാൾക്കാരെ എടുത്തോ, എവിടെയുള്ള രണ്ടാൾക്കാരെ എടുത്തോ നമ്മള്, ഇവർ തമ്മില് ഒരുപാട് ഡിസിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും, സാമ്യമില്ലായ്മകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ആരും രണ്ടുപേരെ എടുത്താൽ, ഏത് രണ്ടുപേരെ എടുത്താലും അവിടെ ഒത്തിരി വ്യത്യാസങ്ങൾ എല്ലാവരും തമ്മിലുണ്ട്. ഓക്കെ, ഇനി ഈ മനുഷ്യന്മാരെ നമുക്ക് ഒരു എന്തെങ്കിലും മെഷീൻ പോലെയോ ഒരു ടെംപ്ലേറ്റ്, എന്തെങ്കിലും ഒരു ഉപകരണം പോലെയോ ഒരു ഇങ്ങനെ മുള്ളിൽ അടച്ചു വെക്കാനോ, അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഒരു മെഷീനെ ഹൗ വി ട്രീറ്റ്, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ മനുഷ്യന്മാരെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. അത്ര ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യന്മാർക്ക് ഓരോ സമയവും ഓരോ രീതിയിലുള്ള ഇമോഷൻസ് ആണ് അല്ലെ, എല്ലാവർക്കും അതെ. മനുഷ്യന്മാരുടെ ഇമോഷൻസ് അങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വിതിൻ മിനിറ്റ്സോ ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പൊ പിന്നെ എങ്ങനെയാ, അതുകൊണ്ടൊക്കെ തന്നെ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ, അതായത് വളരെ ടാക്റ്റ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കൂട്ടരാണ് മനുഷ്യന്മാർ. വളരെ ബുദ്ധിപൂർവ്വം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാര് അവിടുത്തെ എംപ്ലോയീസിനെ എന്താ പറയാ, നല്ല രീതിയിൽ കൈകാര്യം ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ ആ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ആളുകളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാൻ പവർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ പൈവറ്റൽ ജോബ് എന്ന് പറയുന്നത്. പൈവറ്റലിന്റെ നേരത്തെ മീനിങ് ആണ് ചോദിച്ചു, ഇമ്പോർട്ടന്റ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. മറ്റൊരു സിനോണിം ടേം ആണ് പൈവറ്റൽ എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മാൻ പവർ മാനേജ്മെന്റ്. ബിക്കോസ് മാൻ പവറിനെ മാനേജ് ചെയ്താലാണ് ഇറ്റ് ഈസ് ദ ഹാർട്ട് ആൻഡ് എസെൻസ് ഓഫ് ബീങ് എ മാനേജർ. ഒരു മനുഷ്യന്മാരെ, ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ആളുകളെയും ഹ്യൂമൻ റിസോഴ്സിനെ മൊത്തം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയാൽ അതൊരു മാനേജറിന്റെ ഏറ്റവും വലിയ കഴിവാണ്. മനസ്സിലായോ? മനുഷ്യന്മാരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു HR ഡിപ്പാർട്ട്മെന്റ് ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും ഉണ്ടെങ്കിലും അത് ആ മാനേജ്മെന്റിന്റെ കഴിവ് തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും എന്ത് വേണം, ഹ്യൂമൻ എലമെന്റിനെ നമ്മൾ മാനേജ് ചെയ്യണം. അൺലെസ് ദ ഹ്യൂമൻ എലമെന്റ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ എ ബിസിനസ് കനോട്ട് സക്സീഡ് എന്നാണ് വാക്കുകൾ അവിടെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ മാനേജ് ചെയ്തില്ല എങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനും നിലനിൽക്കാനോ വിജയിക്കാനോ പറ്റില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടുത്തെ എംപ്ലോയീസ് തോന്നിയ പോലെ അവരവരുടെ രീതിക്ക് നടക്കുന്നു. എന്താ പറയാ, തോന്നിയ സമയത്ത് വരുന്നു, തോന്നിയ സമയത്ത് പോകുന്നു, ആരും നിയന്ത്രിക്കുന്നില്ല, ഒരു കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്നില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ബിസിനസ്സില് വെറുതെ ആൾക്കാർ വന്നു പോകുന്നു, ജോലി ചെയ്യുന്നു. അതായത് അവരുടെ ഫുൾ ഡെഡിക്കേഷനോ 100% റിസൾട്ടോ കൊടുത്തിട്ടല്ല അവര് ചെയ്യുന്നത്. തോന്നിയ പോലെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബിസിനസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, വിജയിക്കില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ആ സെന്റൻസ്, ആ ഒരു പാരഗ്രാഫ് മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് പറയാം, എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്തിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ചാലഞ്ചിങ് ജോബ് ഇൻ മാനേജിംഗ് പീപ്പിൾ ബിക്കോസ് ഓഫ് ദ ഡൈനമിക് നേച്ചർ ഓഫ് പീപ്പിൾ എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ബിക്കോസ് ഓഫ് ദ ഡൈനാമിക്, ഇത് ഡി ക്യാപിറ്റൽ ലെറ്ററിലാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കണമെന്ന് എനിക്കറിയില്ല. ക്യാപിറ്റൽ ലെറ്ററിന്റെ ആവശ്യമില്ല. ഒറ്റ സെന്റൻസ് ആണത്, അടുത്ത സെന്റൻസ് ആണ്. അടുത്ത ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, മാൻ പവർ മാനേജ്മെന്റ് ഈസ് ദ മോസ്റ്റ് പൈവറ്റൽ job because managing people is the heart and essence of being a manager. അത് അണ്ടർലൈൻ ചെയ്യാം. പറയുന്നതൊക്കെ വേഗം അണ്ടർലൈൻ ചെയ്യാൻ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം അണ്ടർലൈൻ ചെയ്യാൻ. അടുത്തത് ആ പാരഗ്രാഫ്, the last sentence, unless the human element is taken into consideration a business cannot succeed. Unless തുടങ്ങിയുള്ള ആ സെന്റൻസ്
ഒരു മിനിറ്റ്. അണ്ടർലൈൻ ചെയ്തോ? വായിച്ചു നോക്കിയോ? ഒന്ന് വേഗം വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞില്ലേ? ഓക്കെ ആണല്ലോ. See, now let's see what is the importance of human resource management. എന്തിനാണ് അപ്പൊ ഹ്യൂമൻ റിസോഴ്സുകൾ ഇങ്ങനെ മാനേജ് ചെയ്യാണ്ട് നമുക്ക് പറഞ്ഞു. തൊട്ട് മുന്നിൽ സെന്റൻസ് നമ്മൾ കൺക്ലൂഡ് ചെയ്തതാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഏത് ബിസിനസ് ആയിക്കോട്ടെ, ഹോസ്പിറ്റലോ മറ്റേത് തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനും ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ഹ്യൂമൻ റിസോഴ്സുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോയില്ല എങ്കിൽ ഒരു ബിസിനസ്സിനും നല്ല രീതിയിൽ വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് 3 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. 3 പോയിന്റിന്റെ ബേസിസിലാണ് ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്രാധാന്യം, മാനേജ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് അവര് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആ 3 പോയിന്റ് ഇതാണ്, 3 സ്റ്റാൻഡ് പോയിന്റ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന് സോഷ്യൽ സിഗ്നിഫിക്കൻസ്, 2 പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആൻഡ് 3rd സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ഓക്കെ, അങ്ങനെ 3 രീതിയിലുള്ള പ്രാധാന്യമാണ്. ഒന്നാമത്തെ സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ കൃത്യമായ രീതിയിൽ നമ്മൾ അവിടുത്തെ അതായത് ഹ്യൂമൻ റിസോഴ്സിന്റെ മറ്റൊരു പേരാണ് പേഴ്സണൽ, തൊഴിലാളി. PERSONNEL ആണ് സ്പെല്ലിംഗ് നോക്കണം. PERSONAL അല്ല, അത് വ്യക്തിപരമാണ്. ആ വാക്കിന്റെ അർത്ഥം ഇത് പേഴ്സണൽ ആണ്, തൊഴിലാളി അതായത് ജോലിക്കാരൻ. ഇതൊരു ഒരു കോണ്ടഡ് ടേം ആണ് പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ എംപ്ലോയീസ്, ഹ്യൂമൻ റിസോഴ്സ് എന്നൊക്കെയാണ് പറയുക. അപ്പൊ പേഴ്സണലി നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദ ഡിഗ്നിറ്റി. അതെന്തായിരിക്കും? സോഷ്യൽ, അതായത് ഞാൻ ഇപ്പൊ ഒരു ജോലിക്കാരി ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാണ്. നമ്മളെ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് ഓർഗനൈസേഷനിൽ എല്ലാ എംപ്ലോയീസിനും നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷൻ. എംപ്ലോയീസിനൊക്കെ കൃത്യമായി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു, അവരുടേതായ റിസൾട്ട് 100% റിസൾട്ട് കിട്ടുന്ന രീതിയിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു. സോ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി, ഓരോ ജോലിക്കാരനും അല്ലെങ്കിൽ ജോലിക്കാരിക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഡിഗ്നിറ്റി വളരുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു മാന്യത ഒരു സൊസൈറ്റിയിൽ കണ്ടോ, ആ ഇന്ന ഓർഗനൈസേഷനിൽ ഇന്ന ആളായിട്ട് ജോലി ചെയ്യുന്നു കണ്ടോ, ആ ഒരു ആളുകളുടെ ഇടയിലുള്ള ആ ഒരു സോഷ്യൽ സിഗ്നിഫിക്കൻസ്, സാമൂഹ്യപരമായിട്ടുള്ള ഒരു എന്താ പറയാ ഇമ്പോർട്ടൻസ് നമുക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? കാരണം നമ്മളുടെ സോഷ്യൽ നീഡ്സ്, നമുക്ക് സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ചില വികസനം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കും. പേഴ്സണലി നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകും. ആ ഡെവലപ്മെന്റ് നമുക്ക് എന്താണ്, സമൂഹം നമുക്ക് അതിനൊരു അംഗീകാരം തരും. അപ്പൊ അത് ആ രീതിയിൽ വളർത്തിയെടുക്കാൻ ഹ്യൂമൻ റിസോഴ്സുകളെ ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട്? സോഷ്യൽ സിഗ്നിഫിക്കൻസ്. പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ ഇൻക്രീസസ് ദെയർ ഡിഗ്നിറ്റി ബൈ സാറ്റിസ്ഫൈങ് ദെയർ സോഷ്യൽ നീഡ്സ്. സമൂഹത്തിനോടുള്ള കുറെ ആവശ്യങ്ങളുണ്ട് ഓരോ ഇൻഡിവിജ്വൽസിനും ജോലി ചെയ്യുമ്പോൾ. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്ന രീതിയിൽ ആയിത്തീരും ഓരോ എംപ്ലോയീസും വൈൽ ദേ ആർ പ്രോപ്പർലി മാനേജ്ഡ്. എങ്ങനെയായിരിക്കുമ്പോ? നല്ല രീതിയിൽ മാനേജ് ചെയ്യപ്പെടുന്ന ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ. ക്ലിയർ ആയോ? സോഷ്യൽ സിഗ്നിഫിക്കൻസ് മനസ്സിലായോ? ഒരാളുടെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ക്ലിയർ ആയോ?
ആ 3 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നും എന്താണെന്ന് പറയുന്നത് കേട്ടോ. സോഷ്യൽ സിഗ്നിഫിക്കൻസ് ആണ്. ആ സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, തൊഴിലാളിയുടെ പേഴ്സണലിന്റെ ഡിഗ്നിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. പ്രൊഫഷൻ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട്, തൊഴിലിനോട് ആ ഉള്ള ഇമ്പോർട്ടൻസിന്റെ ബേസിസിൽ, അതിന്റെ ബേസിസിലും ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ആ ഒരു തൊഴിലിനോടുള്ള ഒരു ഇത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക? ബൈ പ്രൊവൈഡിങ് ഹെൽത്തി എൻവയോൺമെന്റ്. അതായത് നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കുക. ഇപ്പൊ എനിക്ക് ജോലി ചെയ്യാം, ഞാനിവിടെ ജോലി ചെയ്യുന്നു, പക്ഷെ ജോലി ചെയ്യാനുള്ള നല്ലൊരു ചുറ്റുപാട്, ഒരു അന്തരീക്ഷം എനിക്ക് ഉണ്ടാക്കി തരിക. അതെങ്ങനെയാ? ബൈ പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ഇപ്പൊ നമ്മളിവിടെ ജോലിക്ക് വരുന്നു, ആ ജോലിയുമായി ബന്ധപ്പെട്ട് കാലത്തുടങ്ങി വൈകുന്നേരം വരെ ഇരിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്ക് ഒരു എന്താ പറയാ, ഇടയ്ക്കൊന്ന് വാഷ്റൂമിലൊക്കെ പോകാൻ അതിന് നല്ല രീതിയിലുള്ള ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഹൈജീനിക് ആയിട്ട് അത് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, അവര് വന്നിട്ട് പോകാതെ നമ്മളങ്ങനെ ഇരിക്കും അല്ലെ? അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പൊ പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. അപ്പൊ ആ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അല്ല എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് അവിടുത്തെ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് എന്ത് ചെയ്യാം, നമുക്ക് എംപ്ലോയീസിൽ വർദ്ധിപ്പിക്കാം. ആൻഡ് ഓൾസോ അത് എന്തിലേക്ക് നയിക്കും? എംപ്ലോയീസ് എല്ലാവരും ടീമായിട്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിച്ച് ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കും. അതാണ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. എങ്ങനെയാണത് പ്രൊവൈഡ് ചെയ്യുന്നത്? ബൈ പ്രൊവൈഡിങ് ഓർ ഫെസിലിറ്റേറ്റിംഗ് healthy working environment. It promotes the teamwork in the employment. എല്ലാവരും ഒരുമിച്ച് കണ്ടോ, മാനേജ്മെന്റും എംപ്ലോയീസും ഒരു ടീമായിട്ട് പ്രവർത്തിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും പറയും, അങ്ങോട്ട് മാറിയിരിക്കും, സെപ്പറേറ്റ് ചെയ്ത്. കാരണം എന്താ, ഇതെന്താ ജോലി മനുഷ്യനെ കൂടെ ചെയ്യുന്നത്, ഞങ്ങൾക്കൊന്ന് വാഷ്റൂം ഇല്ല, ഒന്ന് ഒരു വെള്ളമില്ല, വെള്ളം ഇവിടെ സപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇവിടെ ഇരുന്നിട്ട് അടച്ചുമൂടി ഇരുന്ന് ക്ലാസ് എടുക്കാൻ പറയുന്ന ഒരു ഫാൻ ഇല്ല. കണ്ടോ, ഇതൊക്കെ നമുക്ക് ബാഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ആണ്. അങ്ങനെ വരുമ്പോ അതൊന്നും പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്തുണ്ടായിരിക്കും? ഒരാഴ്ച ആരുമായിട്ട്, എംപ്ലോയീസ് വേറെ, മാനേജ്മെന്റ് വേറെ. എന്താണ് ചെയ്യുക, നമ്മളെക്കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിക്കുന്നു, പക്ഷെ നമുക്ക് വേണ്ട ചില ചെറിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു ചിന്ത എംപ്ലോയീസിന്റെ മനസ്സിൽ വരൂലേ? അപ്പൊ എന്താവും? രണ്ടായി നിൽക്കും, ടീമൊന്നും ഉണ്ടാവില്ല അവിടെ. ക്ലിയർ ആയോ? പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇതൊക്കെ ശ്രദ്ധി പ്രവർത്തിക്കണം. അല്ലാതെ എല്ലായ്പ്പോഴും ഏറ്റവും വലിയ എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന മാനേജ്മെന്റുമായിട്ട് ഇതൊക്കെ എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് കൊടുക്കണം. ഹ്യൂമൻ റിസോഴ്സുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അപ്പൊ അവർക്ക് ആവശ്യത്തിന് എന്താ പറയാ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ വാഷ്റൂം ഇല്ല, അല്ലെങ്കിൽ മറ്റതില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഫാൻ പോയി കിടന്നിട്ട് കുറച്ച് ദിവസമായി അത് ശരിയാക്കി കൊടുത്തിട്ടില്ല, അവരവിടെ ചൂടെടുത്തിട്ടാണ് ജോലി ചെയ്യുന്നത്. സോ ഇതെല്ലാം ആരുടെ മാനേജ്മെന്റിന്റെ നോട്ടീസിലേക്ക് കൊണ്ടുവരേണ്ടതിനുള്ള റെസ്പോൺസിബിലിറ്റി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനാണ്. കാരണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ആരെ മാനേജ് ചെയ്യുന്നത്? അവിടെയുള്ള എംപ്ലോയീസിനെ, വർക്ക് ഫോഴ്സിനെ, അല്ലെങ്കിൽ പീപ്പിൾ അറ്റ് വർക്കിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യുന്നേ. മൂന്നാമത്തേത് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. വ്യക്തിപരമായിട്ടുള്ളതാണ്. That means to create a right attitude among the employees through effective motivation. അതായത് എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ കൂട്ടാൻ വേണ്ടി, അവരെ മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു നല്ല മനോഭാവം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഓർഗനൈസേഷന്റെ ഗോൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. ആ മോട്ടിവേഷൻസ് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന ചില നല്ല മനോഭാവങ്ങൾ, നല്ല ആറ്റിറ്റ്യൂഡ് എംപ്ലോയീസിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? It can help the organization in fulfilling its goal by creating a right attitude among the employees through effective motivation. അപ്പൊ സോ ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. 3 പ്രാധാന്യമാണ്. ഏതൊക്കെയാണ്? സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞൊരു വേർഡ് ഇവിടെ സോഷ്യൽ സിഗ്നിഫിക്കൻസിനകത്ത് പറഞ്ഞപ്പോ പേഴ്സണൽ എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നു, എടുത്ത്. PERSONNEL. രണ്ടും തമ്മില് ക്ലാഷ് ആകരുത്. പേഴ്സണൽ എന്ന് പറയുന്ന വേറൊരു
വേർഡ് ഉണ്ട്, വ്യക്തിപരം ഇൻഡിവിജ്വലി എന്നുള്ള അർത്ഥമാണ് പേഴ്സണൽ ആയിട്ടുള്ളത് കേട്ടോ. ഇവിടെ പേഴ്സണൽ തൊഴിലാളി എന്നാണ്, തൊഴിൽ ചെയ്യുന്ന ആള്. നമുക്ക് ഈ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഈ പേഴ്സണൽ എന്ന് പറയുന്ന വേർഡ് കുറച്ച് ഓൾഡ് കോൺസെപ്റ്റ് ആണ്, അപ്പൊ കുറച്ച് പഴയ രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ അതിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് എംപ്ലോയീസ്, വർക്ക് ഫോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് എന്നൊക്കെ. ഓക്കെ, സോ ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ കമ്പാരിസൺ തമ്മിൽ കമ്പയർ ചെയ്യാണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബിസിനസ് എന്ന് പറയുന്നത് പണ്ട് തുടങ്ങിയുള്ളതാണ്. മനുഷ്യന്മാർ എന്ന് തുടങ്ങി കുറച്ച് ചിന്തിക്കാൻ തുടങ്ങിയോ, ബാർട്ടർ സിസ്റ്റം തുടങ്ങിയൊക്കെ ബിസിനസിന്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞു അല്ലെ. ബാർട്ടർ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ അറിയാമോ? ബാർട്ടർ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? പറയൂ, കേട്ടിട്ടുണ്ടോ? ബാർട്ടർ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. നമ്മൾ എവിടേക്കോ കേട്ടത്, സോഷ്യലിലോ പിന്നെ വലുതായി വന്നപ്പോ ഇക്കണോമിക്സിലോ എവിടെയെങ്കിലൊക്കെ റെഫർ ചെയ്ത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞങ്ങളുടെ നാട്ടില് നിങ്ങൾക്ക് അറിയോന്നറിയില്ല, നമ്മുടെ നാട്ടില് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ ബാർട്ടർ സിസ്റ്റത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഫോം ഇവിടെ നടക്കാറുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയുന്നോന്ന് അറിയില്ല. എന്താ പറയാ, വിഷു സമയത്ത്, വിഷു ആ സീസണില്ലേ, ആ വിഷുവിന്റെ സമയത്താണ്, ഐ തിങ്ക് മേ ബി ഏപ്രിൽ മന്തിലൊക്കെ ആയിരിക്കും. വിഷു സമയത്ത് വിഷു മാറ്റ ചന്ത എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഈ തൊട്ടപ്പുറത്തൊരു സ്കൂളാണ്, സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നടക്കുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ മറ്റ് പണ്ട് നടന്ന ബാർട്ടർ സിസ്റ്റത്തിന്റെ ഒരു എന്താ പറയാ മെമ്മറൈസേഷൻ അല്ലെ, ഒരു ഓർമ്മ, അത് എല്ലാ വർഷവും നടക്കുന്നത് വിത്തൗട്ട് എനി ഡിലേ, ഒരു കാരണവശാലും അത് മുടങ്ങാറില്ല, എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ആ കാലഘട്ടത്തില് പണ്ട് ഇവിടെ പാലിയത്ത് കൊട്ടാരം, ഒരു പാലിയത്തച്ഛൻ എന്ന് പറയുന്ന ആള്, അവരെ കുറിച്ച് ഇവിടെ ഒരു കൊട്ടാരമൊക്കെ ഉണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കൂടിയാണ് തൊട്ടടുത്തുള്ള സ്ഥലം പറയുന്നത്. അപ്പൊ എന്താ പറയാ, അവിടെയൊക്കെ ആളുകളൊക്കെ വന്ന് കാണാനൊക്കെ വരാറൊക്കെ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഐതിഹ്യമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ചെന്നമംഗലം എന്ന് പറയുന്ന സ്ഥലം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്നത്. ഞാൻ പറയാൻ കാരണം തൊട്ടപ്പുറത്ത് ആ ഒരു ഗ്രൗണ്ടിലാണ് ഈ ബാർട്ടർ സിസ്റ്റത്തിന്റെ ആ ഒരു ഇതിനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ ഇപ്പോഴും ആ പേര് അങ്ങനെ തന്നെയാണ്, വിഷു മാറ്റച്ചന്ത. മാറ്റച്ചന്ത എന്ന് പറയുന്നത് ബാർട്ടർ സിസ്റ്റത്തിനെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ പണ്ട് കാലത്ത് ചിലപ്പോൾ ഇവിടെ ആളുകൾ ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടുവരുന്നു അല്ലെ, സാധന കൈമാറ്റം. അതെ, ആളുകള് എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ കൊണ്ടുവരുന്നു, അതെ വേറെ ആളുകളും സാധനങ്ങൾ വരുന്നു. എനിക്ക് ആവശ്യമുള്ള സാധനം, ഈ എന്റെ കയ്യിലിരിക്കുന്ന സാധനം കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് സാധനം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് അങ്ങനെ സാധനങ്ങൾ തമ്മിൽ പരസ്പരം കൈമാറി നടത്തുന്ന ഒരു ചന്ത. അങ്ങനെ ഒരു ചന്ത ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ ഇന്ന് മാറ്റച്ചന്തയല്ല. മാറ്റച്ചന്ത എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മള് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് പണം ഉണ്ട് അല്ലെ, ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട്. അപ്പൊ നമുക്കറിയാം പണം കൊടുത്തിട്ട് വാങ്ങിക്കുന്നത്. പക്ഷെ അതിന്റെ ആ ഒരു ഇത് ഇപ്പോഴും കൂടെ ഓർമ്മയായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു മാത്രം കേട്ടോ. അപ്പൊ ബാർട്ടർ സിസ്റ്റം ഒക്കെ നിലനിൽക്കുന്ന കാലം മുതലേ ബിസിനസ് എന്ന് പറയുന്നത് ആളുകളുടെ മനസ്സിലേക്ക് ഉദിച്ചു. പിന്നീട് അപ്പൊ എന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിച്ചു, എന്താണ്, എനിക്കിപ്പോ എന്തെങ്കിലും ഒരു കത്തി വേണം എന്ന് വിചാരിക്കുക. അന്നത്തെ കാലത്ത് എനിക്ക് ഒരു കത്തി ആവശ്യമുണ്ട്, വേറൊരാളുടെ കയ്യില് എനിക്ക് കത്തി ആരെങ്കിലും കൊടുക്കുക വേണം. എനിക്ക് ആവശ്യമുള്ളത് ചിലപ്പോ ഒരു എന്താ പറയാ, ഒരു ആടിനെ ആയിരിക്കാം, ഒരാടിനെ വളർത്താനായിട്ട് പണ്ടൊക്കെ കൃഷി ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ആടിനെ ആയിരിക്കും. എന്റെ കയ്യിലുള്ള കത്തി വാങ്ങിക്കാൻ പറ്റിയ ഒരാളെയും എനിക്ക് ആടിനെ വിൽക്കാൻ പറ്റിയ ഒരാളെയും കണ്ടെത്തണം അല്ലെ. അന്നേരം അവിടെ ആ ഒരു എന്താ പറയാ കച്ചവടം നടക്കുന്നുള്ളൂ. അതാണ് മാറ്റച്ചന്ത. അപ്പൊ അങ്ങനെ അത് കൊടുക്കുന്നു, വാങ്ങുന്നു ഒക്കെ ചെയ്യുന്നു. അങ്ങനെ എന്തായാലും കണ്ടെത്തും കിട്ടുകയും ചെയ്യും. പക്ഷെ അത് അന്നോടെയും മനുഷ്യന്മാർ ചിന്തിക്കാൻ തുടങ്ങി, ഇതൊരു ശരിയായ നടപടിയല്ലല്ലോ, ഒരു കത്തിക്ക് ഒരാടിന്റെ വില കിട്ടും അല്ലെ. കുറെ കഴിയുമ്പോഴും മനുഷ്യന്മാരുടെ ഇങ്ങനെ വികസിച്ച് ഓരോ കാര്യങ്ങളിൽ നിന്നാണല്ലോ അവർ കണ്ടെത്തിയത്. തീർച്ചയായിട്ടും അത് പിന്നീട് അങ്ങനെ മാറി ഏതെങ്കിലും ഒരു കോമൺ വാല്യൂ ഓഫ് എക്സ്ചേഞ്ചിലേക്ക് എത്തണമെന്ന് മനുഷ്യന്മാർ ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പണമൊക്കെ വന്നതും മണി രൂപത്തിൽ നമ്മൾക്ക് ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് വരുന്നത്. അതുപോലെ അങ്ങനെ ഓരോ ഓൾഡ് കൺസെപ്റ്റുകളൊക്കെ പറയുന്നതിനെയൊക്കെ പുതുക്കിയ രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ കാലഘട്ടത്തിലത്തെ അല്ലെങ്കിൽ കുറച്ചധികം കാലഘട്ടങ്ങൾ പിന്നിലേക്ക് നോക്കി കഴിയുമ്പോൾ തൊഴിലാളികളെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊഴിലാളികൾ എന്ന് പറയുന്നത് എന്താ, ഒരു ബോട്ടം ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ ഓഫ് ജോലിക്കാരെയാണ് നമ്മള് എന്ത് വിളിക്കാം, തൊഴിലാളികൾ എന്ന് വിളിക്കാം. അതിന് മുകളിലുള്ളവരൊക്കെ ഓഫീസർമാര് അല്ലെ, ജോലിക്കാർക്കൊക്കെ വേണമെങ്കിൽ പറഞ്ഞു. താഴെ ഏറ്റവും താഴെ തട്ടിലുള്ള അങ്ങനെയുള്ള ആളുകളെ മാത്രം മാനേജ് ചെയ്താൽ മതിയായിരുന്നു. അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ പേഴ്സണൽ മാനേജ്മെന്റ് ഇന്ന് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ അതിന്റെ പേരിൽ എന്ത് ചെയ്തു, മാറ്റങ്ങൾ വരുത്തി. അതിന്റെ മാനേജ്മെന്റിന്റെ രീതികളിലും മാറ്റങ്ങൾ വരുത്തി. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്ത് ചെയ്തു, അതിനൊന്ന് പുതുക്കി, ആ ടേമൊക്കെ ഒന്ന് പുതുക്കി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറയട്ടെ, ആദ്യം പറഞ്ഞത് ഏറ്റവും താഴെ തട്ടിലുള്ള ലോവർ ലെവൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. എന്നാൽ ഇപ്പോ അത് വന്നു നിൽക്കുന്നത് ദ ഹോൾ എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിലെ മൊത്തം എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക, അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഡിഡ് യു ഗെറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ക്ലിയർ ആയോ? ആദ്യം തന്നെ അതിലേക്ക് പോകണം, എന്നിട്ടുള്ള നമുക്ക് പെട്ടികളൊക്കെ പറയണമെങ്കിൽ. മനസ്സിലായില്ല? മനസ്സിലായി. ഓക്കെ. തമ്പ് ഇടുന്നവർ ഇട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അതാണ് എന്താ, അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് എന്നുള്ളത് അവരൊരു എന്താ പറയാ, ഒരു ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള കമ്പാരിസൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. പേഴ്സണൽ മാനേജ്മെന്റ് ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, it is the management of machine operators. അതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, മെഷീൻ ഓപ്പറേറ്റേഴ്സിനെ മാനേജ് ചെയ്താൽ മതിയായിരുന്നു. ഏതെങ്കിലും മെഷീൻ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നേരിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ. That means lower level workers. ഏറ്റവും താഴെ ഉൽപാദന പ്രക്രിയയിൽ നേരിട്ട് പങ്കെടുക്കുന്നവര്. ഉൽപാദന പ്രക്രിയയിലാണ് മെഷീൻസിന്റെ ആവശ്യം വരിക. അപ്പൊ അത്തരം മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും ലോവർ ലെവലിലുള്ള എംപ്ലോയീസിനെ മാത്രം മാനേജ് ചെയ്യുന്നതായിരുന്നു PM, പേഴ്സണൽ മാനേജ്മെന്റ്. എങ്കിൽ കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ് എല്ലാവരും ഉണ്ട്. എന്ത് തീരുമാനങ്ങൾ എടുക്കാനും എല്ലാ എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തി ഒക്കെയുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നത്. ഓക്കെ, ഇനി പേഴ്സണൽ മാനേജ്മെന്റിൽ മറ്റൊരു കാര്യം പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. അവിടെ എന്താ പറയാ, പറഞ്ഞ മെഷീൻ ഓപ്പറേറ്റേഴ്സുമായിട്ട് നേരിട്ട് ബന്ധമില്ല ആർക്ക്, മാനേജ്മെന്റിന്. പിന്നെ ആരായിട്ട് ബന്ധം, അവരുടെ ഒരു യൂണിയൻ ഉണ്ടാവും, ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട്. ആ യൂണിയനുമായിട്ട് മാനേജ്മെന്റിന് അല്ലെങ്കിൽ എംപ്ലോയർക്ക് ബന്ധമുള്ളൂ. റിലേഷൻ ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയന്റെ കീഴില്, ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ആരാ, എംപ്ലോയീസിന്റെ ഇടയിൽ നിന്ന് ഒരു യൂണിയൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, കുറച്ച് പേരെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട്. എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ആ പ്രതിനിധികളാണ് മാനേജ്മെന്റിനോട് സംസാരിക്കുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളത് ആ റിലേഷൻഷിപ്പ് മാനേജ്മെന്റും ട്രേഡ് യൂണിയനും മാത്രമേ തമ്മിലേ ഉള്ളൂ. ഇവിടെ എങ്ങനെയല്ല, HR മാനേജ്മെന്റില്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ഹോൾ എംപ്ലോയീസ്, അല്ലെങ്കിൽ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. എല്ലാ എംപ്ലോയറും എല്ലാ എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ ബന്ധമുണ്ട്. അവർ തമ്മിലുള്ള ഒരു ടീം വർക്കാണ് HRM-ൽ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ ഓഫ് സ്റ്റാഫ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, PM-ല് പേഴ്സണൽ മാനേജ്മെന്റിൽ ലോവർ ലെവൽ ഓഫ് സ്റ്റാഫിനെ മാത്രമേ മാനേജ് ചെയ്യപ്പെടുന്നുള്ളൂ. മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ്സ് ആണ് ഏതിൽ നടക്കുക, HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നടക്കുക. നേരത്തെ പറഞ്ഞാൽ ഓൾറെഡി ഒരു കാര്യം, അതുകൊണ്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പേഴ്സണൽ മാനേജ്മെന്റ്, ഈ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് പഴഞ്ചൻ ആശയമാണ്, മനസ്സിലായ, ഓൾഡ് കോൺസെപ്റ്റ് ആണെങ്കിൽ HRM കുറച്ചുകൂടി റിന്യൂ ചെയ്ത് അല്ലെ, പുതിയ ടേമിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങളുടെ ഗൗരവം കുറച്ചുകൂടി വിശാലമാക്കി, എംപ്ലോയീസും എല്ലാ എംപ്ലോയീസിനും ഒരുമിച്ചാക്കി എല്ലാവരും മാനേജ് ചെയ്യുന്ന ഒരു ലേറ്റസ്റ്റ് കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു HRM-ന്. ക്ലിയർ ആയോ? തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ആ പെട്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ആ പെട്ടിയിലുള്ളത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പെട്ടി അങ്ങനെ തന്നെ NB എന്നോ എന്തെങ്കിലും ഇട്ട് വെച്ചോ അറിയാൻ വേണ്ടി. ഓക്കെ, അടുത്തത് കുറച്ച് ഡെഫിനിഷൻസ് ആണ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒക്കെ. കുറച്ച് ഭാഗം മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നുള്ളൂ, പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല, വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ബാക്കി അങ്ങോട്ട് ഒരു 2-3 പേജൊക്കെ കഴിയുമ്പോൾ സൂപ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം എടുക്കാം ഡെഫിനിഷൻസ്. സോ സീ യു, താങ്ക് യു, ബൈ. താങ്ക് യു.